ഹലോ ഹായ്. അങ്ങനെ കങ്കുവ കണ്ടിറങ്ങി. വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. എൻ്റെ പൊന്നടാവേ 4 മണിക്ക് എണീറ്റിട്ട് ഇങ്ങനെ ഒരു അപരാധം കാണാനായിട്ട് എന്ത് പാപം ചെയ്തെന്ന് എനിക്കറിയില്ല. കൊടി അപരാധം ശിവയും കൂട്ടരും ചെയ്ത് പണി വെച്ചിരിക്കുന്നത് കൊടി അപരാധം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്താ പറയുക, പീരിയോഡിക് ആക്ഷൻ ഫാൻറ്റസി എന്നൊക്കെയാണ് അവർ പറയണത്. ഒരു ഒരു കോപ്പുമല്ല, ഒരു കോപ്പുമില്ല, ഒരു പീരിയോഡിക്കൽ അപരാധം, അങ്ങനെ ഇതിനെ വിളിക്കാൻ പറ്റുള്ളൂ. പകുതിക്ക് വെച്ച് ഞാൻ നോക്കുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 3-4 സീറ്റിൽ നിന്ന് ആൾക്കാർ എണീറ്റ് പോയിട്ടുണ്ടായി. ഇത് കണ്ടുപോയില്ലേ, പിന്നെ എങ്ങനെയെങ്കിലും ഇത് തീർക്കാതെ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു പരിപാടി ഇതിൻ്റെ പ്രൊമോഷൻ സമയത്ത് ആരോ പറഞ്ഞിങ്ങനെ കേട്ടു, ഗെയിം ഓഫ് ത്രോൺസിൻ്റെ തമിഴ് വേഷം, അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ് തമിഴിൽ എടുത്തു വെച്ചിരിക്കുന്ന പോലെ എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞു കേട്ടു. ഇത് ആരുടെ ഇതൊക്കെ പറയണത്? ഗെയിം ഓഫ് ത്രോൺസിൻ്റെ നമ്മൾ ഈ തമാശക്ക് പറയില്ലേ, മീഷോ വേർഷൻ എന്നൊക്കെ പറയില്ലേ, ഇത് അതുപോലുമില്ല. ഗെയിം ഓഫ് ത്രോൺസിന്റെ മീഷോ വേർഷൻ എന്ന് പോലും പറയാൻ കഴിയില്ല. അതിനേക്കാൾ ദാരുണം എന്ന് പറയാം. അപ്പൊ അത്രയും, എന്താ പറയാ, അത്രയും ദയനീയാവസ്ഥയാണ്. തമിഴ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഘടകങ്ങൾ മാറ്റി നിർത്തേണ്ടതുണ്ട്, ഒരുപാട് ഘടകങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. ആ ഒഴിവാക്കേണ്ട ഘടകങ്ങളെല്ലാം തന്നെ ഈ സിനിമയിലുണ്ട്. എന്താ പറയാ, പാസം അറിയാലോ, ശിവയുടെ എല്ലാ പടത്തിലും നമ്മൾ പാസം അങ്ങോട്ട് തിരികെ അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വെക്കും. ഈ പടത്തിലും ഭാഗ്യവശാൽ അത്തരം കുറേ പാസങ്ങളുണ്ട്. എന്താ പറയുക, ഊര് പാസം, ഉലക പാസം, ഊര് മക്കൾ പാസം, തായ് പാസം, പിന്നെ എന്താ പറയുക, വളർത്തുമകൻ പാസം, ഇതെല്ലാ പാസവും കൂടി. എന്നാൽ എന്ത് പണ്ടാറെങ്കിലും ആവട്ടെ, പാസമെങ്കിൽ പാസം, എന്നാൽ അതെങ്കിലും മര്യാദ ചെയ്യണ്ടേ? ഇത് അതുമില്ല. ഇതെന്താ സംഭവിച്ചാൽ കുറേ ഒച്ചപ്പാട്, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ കയറ്റി. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യത്തിലോട്ടൊക്കെ ഞാൻ വരാം. എന്താ പറയുക, ദേവിശ്രീ പ്രസാദാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല സീനും മാസ സീനായിട്ട് അവർ എടുത്തു വെച്ചേക്കുന്ന കുറേ സാധനങ്ങൾ, നമുക്ക് ഈ സാധനം ഒന്ന് ഗൂസ് പംസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മാസ് സീൻ, അങ്ങനത്തെ ഒരു എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒരു കഴിവുണ്ടല്ലോ. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടപടലം മൂഞ്ചിരിക്കണം. പല സ്ഥലത്തും ബാക്ക്ഗ്രൗണ്ട് സ്കോർ തീരെ താഴെ പോയി. കുറേ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കയറ്റി വെച്ചാൽ എന്തൊക്കെയോ ആണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. സംഗതി മൊത്തത്തിൽ പാളിപ്പോയി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെവി അടിച്ചു പോകുന്ന കുറേ സൗണ്ടുകളുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. നമുക്കൊരു ഗൂസ് പംസോ അല്ലെങ്കിൽ ഒരു ആവേശം ഉണ്ടാക്കുന്ന, ഒരു എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പരിപാടി വേണ്ടേ? ഇത് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. കുറേ കളറും കളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിലറിലും ടീസറിലൊക്കെ കണ്ടല്ലോ, കുറേ സ്ഥലത്ത് ഇങ്ങനെ നീല, ഒരു അപരാധം പിടിച്ചൊരു കളറ്, എന്താ പറയുക, ഒരു നീല കളർ അങ്ങോട്ട് കയറ്റിങ്ങോട്ട് വെച്ചേക്കുന്നത്. പിന്നെ ഇവർ ഈ നന്മയും തിന്മയും കാണിക്കാൻ വേണ്ടി ഒരു വശത്ത് ഒരു നീല കളറ്, ഒരു വശത്ത് നായകൻ്റെ ഒരു സ്ഥലമൊക്കെ വളരെ നീല ഒരു കളർ കണ്ട് കയറ്റി വെച്ചിട്ട്, ബോബി ഡിയോൾ വില്ലൻ്റെ കഥാപാത്രം വരുന്ന സമയത്ത് ഒരു ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തിട്ട് ഒരു പരിപാടിയും വർക്കായിട്ടില്ല. വെറുതെ കുറേ കളർ കയറ്റി വെച്ചിട്ട്, എന്നിട്ട് അതിൻ്റെ കൂടെ കുറേ പുകയും. ചില സ്ഥലത്തൊക്കെ സൂര്യയുടെ ഫേസ് ഒന്നും കാണാനേ പറ്റണില്ല. വെറുതെ പുക കയറ്റി വെച്ചേക്കുക, കുറേ കളർ കയറ്റി, കുറേ സൗണ്ട് കയറ്റി, എന്തൊക്കെയോ കാണിച്ചു വിടുന്നു. സ്ക്രിപ്റ്റൊക്കെ കയ്യിൽ നിന്ന് പോയി. ശിവ തന്നെയാണ് കഥയും എഴുതിയിരിക്കുന്നത്. ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതിൻ്റെ പ്രമോഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു ആവശ്യത്തിലധികം പ്രമോഷൻ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കയ്യിൽ നിന്നൊക്കെ പോയിരിക്കണം. പിന്നെ ഈ എന്താ പറയുക, റിലീസ് ടീസർ എന്ന് പറഞ്ഞൊരു പരിപാടി ഇറക്കണ, ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് റിലീസ് ടീസർ ഇറക്കിയിട്ടുള്ള എല്ലാ പടങ്ങളും പൊട്ടിയിട്ടുണ്ട്. അത് ഈ പടത്തിലും എനിക്ക് അങ്ങനെ ഒരു സൂചന എനിക്ക് തോന്നി, ഒരു ലക്ഷണം കണ്ടിട്ട്. കുറേ ഫാൻസി ഡ്രസ്സ് പരിപാടി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്താ പറയുക, മൂക്കിൽ കൊമ്പ് വെച്ച ഒരാൾ, പിന്നെ കുറേ മുഖത്ത് കുറേ എന്താ പറയുക പാടും, ചൊറിയൊക്കെ പിടിച്ച വേറെ കുറച്ച് ആൾക്കാർ, ഇങ്ങനെ മൊത്തത്തിലൊരു ഫാൻസി ഡ്രസ്സ് പരിപാടി. എൻ്റെ പൊന്നു മോനെ. പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സൂര്യനെ വലിയ ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാം, തളപതി വിജയുടെ കാര്യം പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, സ്ഥിരം ക്ലീഷേ ആക്ഷനുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ സൂര്യയും പിടിച്ചിട്ടുണ്ട്. എന്താ പറയുക, 2 കൈയും നെഞ്ചത്തടിച്ചിട്ട് ഇങ്ങനെ അലറുന്ന പരിപാടി. അതൊരു 10-20 തവണ ഈ സിനിമയിലുണ്ട്. ആ 20 തവണ അത് ആ സീനുകളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി സിനിമ കണ്ടാൽ മതി എന്നാണ് ഡയറക്ടറും നടനും എല്ലാവരും അങ്ങനെ എന്തോ ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് അങ്ങനത്തെ ഒരു പരിപാടി. പിന്നെ നടി ആസ് യൂഷ്വൽ എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു നടി, അങ്ങനെ പറയേണ്ടി വരും. ദിശ പട്ടാനി. ബോബി ഡിയോളുടെ കാര്യം പറയണമല്ലോ, നമ്മൾ ഈ അന്യഭാഷ നടന്മാരെ കൊണ്ടുവന്നിട്ട് തമിഴിൽ കൊണ്ടുവന്നിട്ട് കോമാളിയാക്കുന്ന പരിപാടി അവർക്ക് സ്ഥിരമുള്ളതാണ്. പിന്നെ അതിനകത്ത് കുറച്ചൊക്കെ ഒരു മാറ്റമുള്ളത് നമ്മുടെ ഫാസിൽ, അങ്ങനെ കുറച്ച് പേരുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ.
ഇതുപോലെ തന്നെ ബോബി ഡിയോളിനെ കൊണ്ടുവന്നിട്ട് ഒരു കോമഡി പീസ് പരിപാടിയാക്കിയാണ്, തനി കോമഡി പീസ്. പിന്നെ എന്താ പറയുക, യോഗി ബാബു ഒക്കെ ഉണ്ട്. അത് ആസ് യൂഷ്വൽ ഒരു എന്താ പറയുക വെറുപ്പീര് ക്യാരക്ടർ, അങ്ങനത്തെ ഒരു പരിപാടി. പിന്നെ സൂര്യയുടെ പഴയതും പുതിയതുമായിട്ടുള്ള ക്യാരക്ടർ എനിക്കൊട്ടും വർക്കായില്ല. പെർഫോമൻസ് വൈസും എന്തൊക്കെയോ ഒരു പ്രശ്നം, പ്രത്യേകിച്ച് 2024 കാണിക്കുന്ന ഫ്രാൻസിസ് തിയോഡോറോ അങ്ങനെ ഒരു ക്യാരക്ടർ, പുള്ളിയുടെ പരിപാടിയും എനിക്ക് വർക്കായില്ല. മറ്റേ പഴയ പരിപാടി ചില ഏരിയകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ ആസ് യൂഷ്വൽ എന്തൊക്കെയോ ഒരു ഡ്രാമാറ്റിക് പരിപാടിയായിട്ട് എനിക്ക് ടോട്ടൽ തോന്നി. സിനിമ തുടങ്ങുമ്പോൾ ഒരു ഫാൻസി ഡ്രസ്സ് പോലെ പഴയ കാലഘട്ടത്തിലെ ഒരു തള്ള ഇരുന്നിട്ട് ഫാൻസി ഡ്രസ്സ് വേഷത്തിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ഒരു നരേഷൻ പറയുന്നു. ആ നരേഷൻ കേട്ടിട്ട് കുറച്ച് പിള്ളേരൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ 2024 വരുന്നത്. അവിടെ സൂര്യയുടെ പുതിയ ക്യാരക്ടറും നായികയും അവിടെ അവരുടെ ചെറിയൊരു പ്രണയരംഗം, അത് പാട്ടിങ്ങനെ വലിപ്പിച്ചിങ്ങനെ വെച്ചേക്കാണ്. ഒരു രീതിയിലും ഒരു ഇമ്പാക്റ്റും ഇല്ലാത്തൊരു പാട്ടേ നമുക്ക് മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റുന്നൊരു പാട്ടല്ല ഒന്നാമത്തെ കേസ്. അതിൻ്റെ എന്താ പറയുക, കുറേ ഫ്രെയിംസ്, റിച്ച് ആയിട്ടുള്ള ഫ്രെയിംസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങ് ഈ പാസത്തിലേക്കുള്ള വഴി വെട്ടണമല്ലോ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു സംഭവം നടക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 2024 നിന്ന് പിന്നെ 2010 വർഷത്തിലേക്കൊക്കെ സാധനം പോകുന്നു. പിന്നെ അവിടെ നിന്ന് പാസമാണ്. പിന്നെ പാസം അങ്ങോട്ട് കലക്കി വെച്ചിട്ട് പിന്നെ കുറേ പുകയും വെടിയും ഇതൊക്കെ തന്നെ പരിപാടി. ഒരു 1.5 പരിപാടിയായിപ്പോയി. അങ്ങനെ പുതിയതിൽ നിന്ന് പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങ് പാസം, ഞാൻ പറഞ്ഞ പോലെ പാസം അങ്ങോട്ട് വഴുതി അങ്ങോട്ട് വീഴുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങ് സൂര്യനെ കാണിക്കുന്നത് മുതൽ സൂര്യ ഓടുന്നു, ചാടുന്നു, കുത്തിമറിയുന്നു, ക്യാമറ കൂട്ടത്തിൽ കുത്തിമറിയുന്നു, അങ്ങനെയൊക്കെ കുറേ പറയും. ബെട്രി ബാലസ്വാമിയാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. എന്തിനോ വേണ്ടി തിളക്കുന്ന കുറേ ഷോട്ടുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എഡിറ്റർ നിഷാദ് യൂസഫ് നമ്മുടെ കൂടെ ഇല്ല, അദ്ദേഹം അതങ്ങനെ മാറ്റി വെക്കാം. അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു പോകുന്നു. ടോട്ടലി നമ്മൾ കണ്ടു മറന്ന കണ്ട കുറേ സാധനങ്ങളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. കഥയാണെങ്കിലും ഒരു ക്ലീഷേ സ്റ്റോറിയൊക്കെ തന്നെയാണ്. ആ സ്റ്റോറി അതേ നരേറ്റീവിൽ തന്നെ സ്ഥിരം നരേറ്റീവിൽ തന്നെ പറയാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു പരിപാടി. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ഫീലും നമുക്കില്ല. എന്തെങ്കിലും വേണ്ട അതിനകത്ത് നിന്ന്, എന്തെങ്കിലും ഒരു സാധനം, അങ്ങനത്തെ ഒരു സംഖ്യ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു മുതലയായിട്ട് ഒരു കാര്യമില്ലാതെ വെള്ളത്തിൽ അങ്ങനെ ഒരു മുതലയായിട്ടൊരു ഫൈറ്റ്, ഒരു ആക്ഷൻ രംഗം, ഇതൊക്കെ ഇങ്ങനെ കുത്തിത്തിരികയൊക്കെ വെച്ച് ഇങ്ങനെ ലെങ്ത്തൊക്കെ നീട്ടി. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു രീതിയിലും എൻഗേജ് ചെയ്യാത്ത, എന്നാൽ സിനിമ കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നാത്ത അങ്ങനത്തെ ഒരു സിനിമ, ഒരു പീരിയോഡിക്കൽ അപരാധം എന്ന് പറയാൻ കഴിയുന്നൊരു സിനിമ. അങ്ങനെ ഇനിയിപ്പോൾ ഇതിൻ്റെ ക്ഷീണം മാറ്റാൻ അടുത്ത സിനിമ ഏതെങ്കിലും കാണണം. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.